ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രൈപ്പിംഗ് സ്റ്റുഡിയോ. പൊക്കം കുറഞ്ഞിട്ട് തടിച്ച ശരീരപ്രകൃതമുള്ളവർക്ക് എങ്ങനെ സാരി ഉടുക്കാം, എന്തൊക്കെയാണ് അവർ സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലെ പല ടിപ്സും പലർക്കും അറിയാമായിരിക്കും, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത്തരം ശരീരപ്രകൃതിക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ബ്ലൗസ്, ഇന്നർവെയർ, ചെരുപ്പ്, ബാഗ്, ഹെയർ സ്റ്റൈൽ, ഓർണമെൻറ്റ്സ്, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. തടിച്ച് പൊക്കം കുറഞ്ഞ ശരീരപ്രകൃതമുള്ളവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അണ്ടർസ്കേർട്ടാണ്. അണ്ടർസ്കേർട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോട്ടൻ്റെ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഷേപ്പ് വെയർ പോലത്തുള്ള സാധനങ്ങൾ, അതായത് ഫിഷ് കട്ട് മോഡൽ അണ്ടർസ്കേർട്ടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷേപ്പ് വെയർ എന്നിവ ഉപയോഗിച്ചിട്ട് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് വണ്ണം കുറഞ്ഞ ഫീല് കിട്ടും സാരി ഉടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അണ്ടർസ്കേർട്ടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ബ്ലൗസാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 ടൈപ്പോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പൊക്കം കുറഞ്ഞ് തടിച്ച ശരീരമുള്ളവർ ഒരു കാരണവശാലും ഷോർട്ട് സ്ലീവ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ സാരിയുടെ സെയിം കളർ ബ്ലൗസ് തന്നെ, അതായത് സാരിയും ബ്ലൗസും സെയിം കളറിൽ തന്നെ ഉടുക്കാൻ ശ്രദ്ധിക്കുക. കോൺട്രാസ്റ്റ് ടൈപ്പ് സാരികളോ ബ്ലൗസോ ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വണ്ണം കൂടുതൽ തോന്നിക്കാനും പൊക്കം കുറഞ്ഞു തോന്നിക്കാനും കാരണമായേക്കും. അതുപോലെ തന്നെ ബ്ലൗസിൽ പ്രിന്റുകളോ വർക്കുകളോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് സെലക്ട് ചെയ്യാൻ നോക്കുക. റെഡിമെയ്ഡ് ബ്ലൗസ് ആണെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലെയിൻ ബ്ലൗസ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൽ പ്രിന്റ്, സ്റ്റോൺ വർക്ക് ഇതുപോലത്തത് മാക്സിമം ഒഴിവാക്കുക. തടിച്ചിട്ട് പൊക്കം കുറഞ്ഞ ശരീരപ്രകൃതിക്കാർ ബ്ലൗസ് സെലക്ട് ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, അവരുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ഷോർട്ട് സ്ലീവ് ആകരുത്. ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 ടൈപ്പോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസിൻ്റെ കളറാണ്. കളറ് ലൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ സാരിയുടെ തന്നെ സെയിം ഷെയ്ഡിലോ ബ്ലൗസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, ബ്ലൗസിൽ വർക്കുകളോ പ്രിന്റുകളോ ഒന്നും വരാതെ പ്ലെയിൻ ബ്ലൗസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്തേത്, ബ്ലൗസിന്റെ ഇറക്കം കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബ്ലൗസ് വി നെക്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹൈനെക്ക് പോലുള്ള സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് തടിച്ച ശരീരപ്രകൃതം തോന്നിക്കും. പകരം വൈഡ് ആയിട്ടുള്ള നെക്കോ അല്ലെങ്കിൽ വി ടൈപ്പ് നെക്കോ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈനുള്ള ബ്ലൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള ബ്ലൗസുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന ബ്ലൗസുകൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അതുപോലെ സാരിക്ക് നമ്മൾ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നീളമുള്ള കമ്മലുകൾ സാരിയുടെ കൂടെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നീളമുള്ള കമ്മലുകൾ ഉപയോഗിക്കുമ്പോൾ കഴിവതും മാല ഉപയോഗിക്കേണ്ട കാര്യമില്ല. മാല ഉപയോഗിക്കണം എന്ന നിർബന്ധമുള്ളവർ ലോങ് ടൈപ്പിൽ ചെറിയ പെൻഡൻ വരുന്ന ലോങ് ടൈപ്പ് മാലകൾ, ഓർണമെന്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ലോങ് ടൈപ്പ് മാല ഉപയോഗിക്കുന്നവർ പറ്റുമെങ്കിൽ ചെറിയ കമ്മലുകൾ, അതായത് സിമ്പിളായിട്ട് തോന്നണം, ചെറിയ കമ്മലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചോക്കർ ടൈപ്പ് ആഭരണങ്ങൾ, അതായത് കഴുത്തിന് ചേർന്ന് കിടക്കുന്ന ആഭരണങ്ങൾ, വീതിയുള്ള നെക്ലേസുകൾ, ഇതൊന്നും സാരി, അതായത് ഇത്തരക്കാർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് അവർക്ക് കുറച്ചുകൂടെ പൊക്കം കുറവുള്ളതായിട്ട് തോന്നിക്കും. പകരം തിന്നായിട്ടുള്ള ചെറിയ നെക്ലേസുകളോ ലോങ് ടൈപ്പ് മാലകളോ അതിനോടൊപ്പം ചെറിയ പെൻഡൻ വരുന്ന മാലകളോ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നവർ ഒരിക്കലും വലിപ്പമുള്ള വലിയ രീതിയിലുള്ള ഹാൻഡ് ബാഗുകൾ യൂസ് ചെയ്യരുത്. ചെറിയ ഹാൻഡ് ബാഗുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെരുപ്പും ഹെയർ സ്റ്റൈലും. ചെരുപ്പ് ഒത്തിരി ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കരുത്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. മീഡിയം ഹീലിലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുക. ചെരുപ്പ് യൂസ് ചെയ്തിട്ട് വേണം അണ്ടർസ്കേർട്ട് ഉപയോഗിക്കേണ്ടത്. അണ്ടർസ്കേർട്ട് ഫ്ലോറിൽ തട്ടുന്ന രീതിയിൽ, അണ്ടർസ്കേർട്ടും സാരിയും ഫ്ലോറിൽ ഏകദേശം തട്ടുന്ന രീതിയിലായിരിക്കണം. എന്നാൽ ഫ്ലോറിൽ തട്ടാനും പാടില്ല. ഫ്ലോറിന് ജസ്റ്റ് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ അണ്ടർസ്കേർട്ട് ഇടാൻ നോക്കുക. ഇങ്ങനെയുള്ളവർ ചെരുപ്പ് യൂസ് ചെയ്തതിന് ശേഷം അണ്ടർസ്കേർട്ടും സാരിയും വെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹെയർ സ്റ്റൈല്, പഫി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയുള്ള സാരിയാണ് ഇത്തരം ശരീരപ്രകൃതിക്കാർ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതുപോലെ വീതി ബോർഡർ വരുന്ന സാരികൾ ഇത്തരം ശരീരപ്രകൃതിക്കാർ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ഇത് അവർക്ക് ഹൈറ്റ് കുറഞ്ഞ് തടി കൂടുതൽ തോന്നിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് ഇതുപോലുള്ള സാരികൾ, ഇതുപോലെ ബോർഡർ വരുന്ന സാരികൾ, ഇത്രയും വീതിയിലുള്ള ഈ ബോർഡറുകൾ, ഇതൊന്നും ഇത്തരം ശരീരപ്രകൃതിക്കാർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കോട്ടൺ മെറ്റീരിയൽ അവോയ്ഡ് ചെയ്യുക. കോട്ടൺ മെറ്റീരിയൽ ഉടുക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുള്ളവർ നന്നായിട്ട് പ്ലീറ്റ് അയൺ ചെയ്ത് ഒതുക്കി ഉടുക്കാൻ ശ്രമിക്കുക. പകരം ഷിഫോൺ, ക്രേപ്പ്,
ജോർജറ്റ് ഇതുപോലുള്ള മെറ്റീരിയൽ, ഇതിപ്പം ജോർജറ്റ് ആണ്, ഇതുപോലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ചെറിയ ബോർഡർ വരുന്ന സാരികൾ സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പൊക്കം കുറഞ്ഞ് വണ്ണം കുറവായിട്ട് തോന്നിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള തിക്ക് മെറ്റീരിയൽ ഒരിക്കലും എടുക്കരുത്. തിക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്രേപ്പ്, ഷിഫോൺ, ജോർജറ്റ്, പട്ടിലാണെങ്കിൽ സോഫ്റ്റ് സിൽക്ക്, ബോർഡർലെസ് ആയിട്ടുള്ള മിക്ക സാരികളും സെലക്ട് ചെയ്യാം. അതിൽ കോട്ടൺ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോഴും ബോർഡർലെസ് ആയിരിക്കണം. മാക്സിമം കോട്ടൺ ടൈപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. യൂസ് ചെയ്യുവാണെങ്കിൽ അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഒതുക്കി ഉടുത്ത് ഫൈനാക്കി നല്ല ടൈറ്റാക്കി ഉടുത്ത് എടുക്കുക. സാധാരണ ഉപയോഗിക്കുന്നവർ ഇതുപോലുള്ള ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സാരിയിലും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നുണ്ട്. അതിൽ വെർട്ടിക്കലായിട്ട് തോന്നുന്ന ലൈൻസ് മാത്രമേ എടുക്കാവൂ. ഹൊറിസോണ്ടൽ ലൈൻസ് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ളവർ സാരി ഉടുക്കുന്ന സമയത്ത് മുന്താണിയുടെ ഇറക്കം മാക്സിമം കൂട്ടുക. മുന്താണിയുടെ ഇറക്കം കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹൈറ്റ് തോന്നിക്കും. അതുപോലെ ഫ്രണ്ട് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെറിയ പ്ലീറ്റിട്ട് സാരി ഉടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ ഇത്തരം ശരീരപ്രകൃതിക്കാർ ഒരിക്കലും ഇതുപോലുള്ള ചെറിയ പ്ലീറ്റുകൾ എടുക്കരുത്. പകരം പ്ലീറ്റിൻ്റെ വീതി കൂട്ടിയെടുക്കണം. ഇതുപോലെ വീതി കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഈ ഭാഗം, ഈ പോർഷൻ ഇങ്ങനെ തന്നെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വണ്ണം മെലിഞ്ഞതായിട്ട് തോന്നാൻ സഹായിക്കും. വീതി കൂട്ടി സാരിയുടെ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ മെലിഞ്ഞു തോന്നിക്കും. ചെറിയ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ശരീരഭാഗം പുറമേക്ക് വന്നിട്ട് തടി കൂടുതലുള്ളതായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം വീതിയിൽ പ്ലീറ്റ് എടുക്കാൻ നോക്കുക. ചെറിയ പ്ലീറ്റ് ഒഴിവാക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, താഴത്തെ പ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ബട്ടന്റെ മുകളിൽ വെച്ച് സാരി ഡ്രാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് തടിച്ച ശരീരപ്രകൃതിക്കാർക്കാണ് പറയുന്നത്. സാധാരണ നോർമൽ ഫിഗർ ഉള്ളവർ ബെല്ലി ബട്ടൺ നേവൽ ബേസ് ചെയ്തോ നേവലിന്റെ തൊട്ട് താഴെയോ വെച്ചിട്ട് ഡ്രാപ്പ് ചെയ്യുക. തടിച്ച ശരീരപ്രകൃതിയുള്ളവർ ബെല്ലി ബട്ടന്റെ കറക്റ്റ് നടുവിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലോ വെച്ചിട്ട് ഡ്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തടിച്ച ശരീരപ്രകൃതിക്കാർക്ക് എന്തായാലും വയറുണ്ടാകും. വയറ് ഈ ഭാഗം അടിയിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് നമ്മൾക്ക് വണ്ണം കുറച്ച് തോന്നിക്കും. ബെല്ലി ബട്ടന്റെ മുകളിൽ വെച്ചിട്ട് അണ്ടർസ്കേർട്ടും ഡ്രാപ്പ് ചെയ്യുക. സാരി അവിടെ വെച്ചിട്ട് ഉടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലീറ്റും ബെല്ലി ബട്ടന്റെ മുകളിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. താഴോട്ടുള്ള തടിച്ച ശരീരഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെല്ലി ബട്ടന്റെ മുകളിൽ വെച്ചിട്ട് ഡ്രാപ്പ് ചെയ്യാൻ പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ഭാഗം മാക്സിമം കവർ ചെയ്ത് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റ പ്ലീറ്റിൽ സാരി ഉടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടുത്തെ ലെയർ എല്ലാം നന്നായിട്ട് ബ്ലൗസിനോട് ചേർത്ത് ടൈറ്റാക്കി പിൻ ചെയ്ത് ലെയറായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ലെയർ ലൂസായി കിടക്കരുത്. ലൂസായി കിടന്നു കഴിഞ്ഞാൽ വണ്ണം കൂടുതൽ തോന്നും. ഹാഫ് സാരി മോഡലുകൾ ഒഴിവാക്കുക. അതുപോലെ ഒരുപാട് കളർ ആഡായി വരുന്ന സാരികളും യൂസ് ചെയ്യാതിരിക്കുക. സാരികളിൽ വലിയ പ്രിന്റ് വരുന്ന സാരികളുണ്ട്. ഒരിക്കലും ഇത്തരക്കാർ അത് യൂസ് ചെയ്യരുത്. ചെറിയ ചെറിയ പ്രിന്റുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബോർഡർലെസ് ആയിട്ടുള്ള ചെറിയ പ്രിന്റുകൾ ഇത്തരക്കാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചോദിക്കുന്ന ഡൗട്ടുകളുടെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.